ഹായ് ഡിയർ, ഇന്ന് നമുക്ക് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ നോക്കാം. ഓക്കെ, നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ലേഖാണ് കേട്ടോ. ഒരു ലേഖനാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരാണ് സാഫ് സഫായി മേം അവ്വലി ഗാവ്. ശുചിത്വത്തിൽ ഒന്നാമത്തെ ഗ്രാമം. നമ്മുടെ ക്ലീനസ്റ്റിൽ ഫസ്റ്റ് സ്ഥാനത്ത് നിൽക്കുന്ന ഗ്രാമത്തിനെ കുറിച്ചിട്ടുള്ള ഒരു ചാപ്റ്ററാണ്, ഒരു ലേഖനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതെഴുതിയത് ഗാലിബ് കലീമാണ് കേട്ടോ. ഈ ഒരു ചാപ്റ്ററിൻ്റെ ലേഖകന് ഗാലിബ് കലീം. ഓക്കെ, നമുക്കൊക്കെ അറിയോ ഏതാണ് ഏഷ്യയിലെ ഏറ്റവും വൃത്തിയുള്ള ഗ്രാമം എന്ന്? ഈ ഒരു പിക്ചർ കണ്ടാൽ തന്നെ അല്ലേ എന്തൊരു വൃത്തിയാണ് ഈ ഒരു ഗ്രാമം. നമുക്ക് നോക്കാം അല്ലേ ഏതാണ് ഏഷ്യയിലെ ഏറ്റവും വൃത്തിയുള്ള ഗ്രാമം. ഏഷ്യാക്ക സബ്സെ സാഫ് സുതരാ ഗാവ് മാവ്ലിനോങ് മേഘാലയ മേം ഹേ. ഏഷ്യയിലെ ഏറ്റവും വൃത്തിയുള്ള ഗ്രാമം മാവ്ലിനോങ് മേഘാലയയിലാണ്. അപ്പോൾ ഏറ്റവും വൃത്തിയുള്ള ഗ്രാമം ഏതാണ്? മാവ്ലിനോങ് ആണ് കേട്ടോ. മാവ്ലിനോങ് ആണ് ദ ക്ലീനസ്റ്റ് വില്ലേജ്, ഏറ്റവും വൃത്തിയുള്ള ഗ്രാമം ഏഷ്യയിലെ. ആ ഒരു ഗ്രാമം ഏത് സംസ്ഥാനത്തിലാണ്? മേഘാലയയിലാണ് കേട്ടോ. साल 2003 में इस गांव को एशिया के सबसे साफ सुथरे गांव के तौर पर चुना गया. साल 2003 में 2003 ഇസ് ഗാവ് കോ, ഈ ഗ്രാമത്തെ ഏഷ്യാക്കെ സബ്സെ സാഫ് സുതരെ ഗാവ് കെ, ഏഷ്യയിലെ ഏറ്റവും വൃത്തിയുള്ള ഗ്രാമമായിട്ട് തൗർ ചുനാഗയ സെലക്ട് ചെയ്യപ്പെട്ടു. അപ്പോൾ 2003 ഈ ഒരു ഗ്രാമം ഏറ്റവും വൃത്തിയുള്ള ഗ്രാമമായിട്ട് സെലക്ട് ചെയ്യപ്പെട്ടത്. ഇസ് ഗാവ് കി സബ്സെ ബഡി ഖാസിയത്ത് യഹ് ഹെ, ഈ ഗ്രാമത്തിൻ്റെ ഏറ്റവും വലിയ വിശേഷത ഇതാണ്. കി എന്തെന്നാൽ യഹാം കി സാരി, ഇവിടെയുള്ള എല്ലാ സാഫ് സഫായി, എല്ലാ ക്ലീനിങ്ങും, ഇവിടെയുള്ള ഈ ഒരു ഗ്രാമത്തിലെ എല്ലാ ക്ലീനിങ്ങും ഗാവ് വാലെ ഖുദ് ഹി കർത്തെ ഹൈം, ഗ്രാമവാസികൾ സ്വയം തന്നെ ചെയ്യുന്നു. അവിടുത്തെ ക്ലീനിങ് ഒക്കെ ചെയ്യുന്നത് അവിടുത്തെ ഗ്രാമവാസികൾ തന്നെയാണ്. സ്വച്ഛത കേലിയെ, ശുചിത്വത്തിന് വേണ്ടി, ക്ലീനിങ്ങിന് വേണ്ടി, യഹാം കെ ലോക്, ഇവിടുത്തെ ആളുകൾ, കിസി തരഹസെ പ്രശാസൻ പർ നിർഭർ നെഹീം, യാതൊരു തരത്തിലുള്ള ഭരണത്തെയും ആശ്രയിക്കുന്നില്ല. അടുത്ത ഗ്രാമവാസികൾ ആരെ ഒരു ഭരണത്തെയും ആശ്രയിക്കുന്നില്ല, അവർ തന്നെ എല്ലാ ക്ലീനിങ്ങും ചെയ്യും. ഓക്കെ, അതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഈസ് ചോട്ടെ സെ ഗാവ് മേം, ഈ ചെറിയ ഗ്രാമത്തിൽ പ്ലാസ്റ്റിക് പൂരി തരഹസെ പ്രതിബന്ധിത് ഹേ, പ്ലാസ്റ്റിക് പൂർണ്ണമായിട്ടും പ്രതിബന്ധിത, നിരോധിച്ചിട്ടുണ്ട്. അവിടെ പ്ലാസ്റ്റിക് തീരെ യൂസ് ചെയ്യാൻ പാടില്ല. അതിന് പകരം എന്താണ്? പൂരേ ഗാവുമേ, ഗ്രാമത്തിൽ മുഴുവനും, ജഗഹ് ജഗഹ്, ഓരോ സ്ഥലത്തും, ബാംസ് സേ ബനേ ഹുയേ, ബാംസ് എന്ന് പറഞ്ഞാൽ മുള കൊണ്ടുണ്ടാക്കിയ, ഡസ്റ്റ്ബിൻ ലഗായേ ഗയേ ഹൈ, ഡസ്റ്റ്ബിൻ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ഒരു പിക്ചറിൽ കണ്ടോ, ഇവിടെ അവിടുത്തെ ഗ്രാമത്തിൽ ഓരോ സ്ഥലത്തും ഇതേപോലത്തെ ബാംസ് കൊണ്ടുണ്ടാക്കിയ ഡസ്റ്റ്ബിൻ സ്ഥാപിച്ചിട്ടുണ്ട്. മഹിള പുരുഷ് और बच्चों समेत किसी भी, മഹിള സ്ത്രീകൾ, പുരുഷന്മാർ, ഔർ ബച്ചോം സമേത് കിസി ബി, സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും ഉൾപ്പെടെ ഏതെങ്കിലും ഗാവ് വാലേക്കോ, ഗ്രാമവാസികൾ, അഗർ കഹീം ഗന്ദഗി നസർ ആത്തി ഹേ, എവിടെയെങ്കിലും മാലിന്യം കാണുകയാണെങ്കിൽ, ഗന്ദഗി എന്ന് വെച്ചാൽ മാലിന്യങ്ങൾ, അപ്പോൾ അവിടുത്തെ സ്ത്രീകളോ പുരുഷന്മാരോ കുട്ടികളോ ഉൾപ്പെടെ ഏതെങ്കിലും ഗ്രാമവാസികൾ എവിടെയെങ്കിലും മാലിന്യം കാണുകയാണെങ്കിൽ, തോ വേ ഫൗറൻ സഫായി മേം ലഗ് ജാത്തെ ഹൈം, അവരെന്ത് ചെയ്യും? ഉടനെ പെട്ടെന്ന് തന്നെ അവർ ക്ലീനിങ്ങിൽ ഏർപ്പെടും. അപ്പം തന്നെ അവരെന്ത് ചെയ്യും? പെട്ടെന്ന് തന്നെ അവർ വൃത്തിയാക്കാൻ തുടങ്ങും. सफाई के प्रति उनकी जागरूकता का अंदाज़ा तुम इस बात से लग सकते हो. सफाई के प्रति उनकी जागरूकता का, ശുചിത്വത്തിനോടുള്ള അവരുടെ ആ ഒരു ജാഗരൂകത, ആ ഒരു ഉണർവ്, അന്താസ തും ഇസ് ബാത്ത് സെ ലഗാ സക്തേ ഹോ, അവരുടെ ആ ഒരു ഉണർവ് നമുക്ക് അനുമാനിക്കാൻ പറ്റും, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു കാര്യത്തിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാൻ പറ്റും. കി എന്തെന്നാൽ അഗർ സഡക്ക് പർ ചൽത്തെ ഹുയേ, ആരെങ്കിലും റോഡിലൂടെ നടന്നു പോവുകയാണെങ്കിൽ, ഉനേം കഹീം ബി കച്ചറ നസർ ആയേത്തോ, ആരെങ്കിലും നടന്നു പോകുമ്പോൾ എവിടെയെങ്കിലും കച്ചറ, വേസ്റ്റ് കാണുകയാണെങ്കിൽ, വേ പഹലെ കച്ചറേക്കോ ഡസ്റ്റ്ബിൻ മേം ഡാൽത്തെ ഹൈം, അവരെന്ത് ചെയ്യും? ആദ്യം തന്നെ ആ ഒരു കച്ചറ, ആ ഒരു വേസ്റ്റ് ഡസ്റ്റ്ബിന്നിലിടും.
ആ ഒരു വേസ്റ്റ് ഡസ്റ്റ്ബിൻ ഇട്ടതിന് ശേഷം മാത്രമാണ് അവരെന്ത് ചെയ്യുള്ളൂ, അവർ മുന്നോട്ട് പോവുള്ളൂ. ആ ഒരു കാര്യത്തിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ ശുചിത്വത്തിലുള്ള ആ ഒരു ഉണർവ്, ആ ഒരു ശ്രദ്ധ നമുക്ക് അനുമാനിക്കാൻ പറ്റും. ഓക്കെ. ഫിർ ആകെ ബഡ്തേ ഹൈ, എന്നിട്ടാണ് അവരെന്ത് ചെയ്യുള്ളൂ, മുന്നോട്ട് പോകുന്നുള്ളൂ. എന്തെങ്കിലും വേസ്റ്റ് കണ്ടാൽ അതെടുത്തിട്ടിട്ടാണ് അവർ മുന്നോട്ട് പോവുള്ളൂ. യഹാം ലോഗ് അപ്നെ ഘർ സെ നിക്കൽനെ വാലെ, അവിടുത്തെ ആളുകൾ തൻ്റെ വീട്ടിൽ നിന്നുണ്ടാകുന്ന കൂടെ കച്ചറെ കോബി, വീട്ടിൽ നിന്നുണ്ടാകുന്ന വേസ്റ്റുകളും ചപ്പുചവറുകളും ഡസ്റ്റ്ബിൻ മേം ജമാ കർത്തേ ഹൈം, ഡസ്റ്റ്ബിന്നിൽ ശേഖരിക്കും. അവിടുത്തെ ആളുകൾ അവരുടെ വീട്ടിൽ നിന്നുണ്ടാകുന്ന വേസ്റ്റുകളൊക്കെ എന്ത് ചെയ്യും, ഇതേപോലെ ഡസ്റ്റ്ബിന്നിൽ ശേഖരിക്കും. ഔർ ഫിർ ഉസെ ഏക് ജഗഹ് ഇകട്ടാക്കർ, എന്നിട്ട് അതെന്ത് ചെയ്യും, അതിനൊക്കെ ഒരു സ്ഥലത്ത് ശേഖരിച്ചിട്ട്, ഒരു സ്ഥലത്ത് കൂട്ടിച്ചേർത്തിട്ട് ഗേത്തി കേലിയെ, കൃഷിക്ക് വേണ്ടിയിട്ട് ഗാദ് കി തരഹ് ഇസ്തേമാൽ കർത്തേ ഹൈം, വളത്തിൻ്റെ രൂപത്തിൽ അവർ യൂസ് ചെയ്യും. ഓക്കെ. വീട്ടിൽ നിന്നുണ്ടാകുന്ന വേസ്റ്റും ഇതേപോലെ എല്ലാവരുടെ വീട്ടിൽ നിന്നുണ്ടാകുന്ന വേസ്റ്റും കൂടി ശേഖരിച്ചിട്ട് അത് കൃഷിക്ക് വളമായിട്ട് യൂസ് ചെയ്യും. ഐസ കഹ ജാത്താ ഹേ, ഇങ്ങനെയാണ് പറയപ്പെടുന്നത്. കി, എന്തെന്നാൽ, 103 സാൽ പഹലെ, 130 വർഷം മുമ്പ്. ഇങ്ങനെയൊക്കെ ക്ലീനിങ് ആയിട്ട് അവരവരുടെ ഗ്രാമം കൊണ്ടു നടക്കാനുള്ള കാരണം എന്താണെന്നറിയോ? 130 വർഷം മുമ്പ് ഈസ് ഗാവ്ക്കോ, ഈ ഗ്രാമത്തെ ഹൈജേക്കി ബീമാരിനെ, ഹൈജേക്കി ബീമാരി എന്ന് പറഞ്ഞാൽ കോളറ രോഗം, ആ ഒരു രോഗം ഭൂരി തരഹ്സെ ജഗഡ്ലിയാദ, വളരെ മോശമായ രീതിയിൽ പടർന്ന് പിടിച്ചിട്ടുണ്ടായിരുന്നു. 130 വർഷം മുമ്പ് ആ ഒരു മാവ്ലിനോ ഗ്രാമത്തിൽ എന്താണ്, കോളറ രോഗം പടർന്ന് പിടിച്ചിട്ടുണ്ടായിരുന്നു. മെഡിക്കൽ സുവിധ ന ഹോനെ കി വജഹ്സെ, മെഡിക്കൽ സൗകര്യം ഇല്ലാത്തത് കാരണം, അവിടെ മെഡിക്കൽ സൗകര്യത്തിൻ്റെ കുറവുണ്ട്. അപ്പോൾ മെഡിക്കൽ സൗകര്യം ഇല്ലാത്തതിനാൽ ഈസ് ബീമാരിസെ, ഈ ഒരു രോഗത്തിൽ നിന്നും ചുട്കാര, മോചനം നേടാൻ, രക്ഷ നേടാൻ, ചുട്കാര പാനേക്ക ഏക്ക് മാത്ര ഉപായിത, ആ ഒരു രോഗത്തിൽ നിന്നും മോചനം നേടാൻ, ഒരു മുക്തി, രക്ഷ നേടാൻ ഒരേ ഒരു ഉപായം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സഫായി കർണ, വൃത്തിയാക്കുക. ആ ഒരു വൃത്തിയാക്കൽ മാത്രമാണ് അവരുടെ മുമ്പിലുണ്ടായിരുന്ന ഏക വഴി. ഗാവ് കെ ലോഗോം കാ മാനാ ഹെ, ഗ്രാമത്തിലെ ആളുകൾ, അവിടുത്തെ ഗ്രാമവാസികൾ കരുതുന്നത് കി ഹമാരെ പൂർവജോംനെ കഹാദ, അവരുടെ പൂർവികന്മാർ പറഞ്ഞിരുന്നത്, എന്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? കി തും സഫായി കി ജരിയെ ഹി ഖുദ് കോ ബച്ചാ സക്തേ ഹോ, നിങ്ങൾക്ക് ക്ലീനിങ്ങിലൂടെ മാത്രമേ, ശുചിത്വം കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് സ്വയം രക്ഷിക്കാൻ കഴിയുകയുള്ളൂ, സ്വയം രക്ഷ നേടാൻ സാധിക്കുകയുള്ളൂ. ക്ലീനിങ്ങിലൂടെ മാത്രമേ അവർക്ക് രക്ഷ നേടാൻ പറ്റുള്ളൂ എന്ന് അവരുടെ പൂർവികന്മാർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ഫിർ ചാഹെ വഹ് ഗാനാ ഹോ, അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? വഹ് ഗാനാ ഹോ, ഭക്ഷണമാവട്ടെ, ഘർ ഹോ, വീടാവട്ടെ, ജമീൻ ഹോ, ഭൂമിയാകട്ടെ, ഗാവ് ഹോ, ഗ്രാമമാകട്ടെ, യാ അല്ലെങ്കിൽ ഫിർ അപ്ന ശരീർ ഹി ക്യോംന ഹോ, അല്ലെങ്കിൽ സ്വന്തം ശരീരം തന്നെയാവട്ടെ, ഭക്ഷണമാവട്ടെ, വീടാവട്ടെ, ഗ്രാമമാവട്ടെ, സ്വന്തം ശരീരം തന്നെയാവട്ടെ, ഏതായാലും സഫായി ജരൂരി ഹേ, എന്താണ്? ശുചിത്വം എന്നത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ്, അത്യാവശ്യമാണ്. ഓക്കെ. ക്ലീനിങ് സഫായി ജരൂരി ഹേ, ക്ലീനിങ് എന്താണ്? ശുചിത്വം അത്യാവശ്യമാണ്. ഓക്കെ. അപ്പോൾ ഇതാണ് ആ ഒരു ഗ്രാമം, അല്ലേ? മാവ്ലിനോ ഗ്രാമമാണ് ഏറ്റവും വൃത്തിയുള്ള ഗ്രാമം. ആ ഒരു ഗ്രാമത്തിൻ്റെ പ്രത്യേകത എന്താണ്? ആ ഒരു ഗ്രാമത്തിൻ്റെ പ്രത്യേകതയാണ് അവിടുത്തെ ഗ്രാമവാസികൾ തന്നെ എല്ലാം ക്ലീനിങ് ഒക്കെ ചെയ്യുന്നത്. അവിടെ കോളറ എന്നുള്ള രോഗം പടർന്ന് പിടിച്ചത് കൊണ്ടാണ് അവർ ഇത്രയും ക്ലീനിങ്ങോടുകൂടി അവരുടെ ഗ്രാമം കൊണ്ട് നടക്കുന്നത്. ഓക്കെ. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ ഇത്രയാണ് കേട്ടോ നമ്മുടെ ലേഖനം ഉള്ളത്. അതിൽ 2 ക്വസ്റ്റ്യൻ ഉണ്ട്. യഹാം ഗാവാലോം കോൺ സി മനോദശ് പ്രകട് ഹോത്തി ഹേ, ഇവിടെ ഗ്രാമവാസികളുടെ ഏത് മനോഭാവമാണ് പ്രകടമാകുന്നത്? എന്താണ് ആൻസർ? ഗാവ് കി സാഫ് സഫായി കിസി പ്രകാർ കെ പ്രശാസൻ പർ നിർഭർ നഹി ഹേ, ഗ്രാമത്തിലെ ശുചിത്വത്തിന് വേണ്ടി അവർ ഒരു തരത്തിലുള്ള ഭരണത്തെയും ആശ്രയിക്കുന്നില്ല. ഗാവ് കി സാഫ് സഫായി അപ്ന കർത്തവ്യം മാനത്തെ ഹേ, അവർ ഗ്രാമത്തിൻ്റെ ശുചിത്വം അവരുടെ ഒരു കടമയാണ്, അവരുടെ ഒരു ഉത്തരവാദിത്തമാണ് എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ. നെക്സ്റ്റ്, जीवन में निरोग रहने के लिए सफाई के अलावा क्या क्या उपाय है? നമ്മുടെ ജീവിതത്തിൽ ആരോഗ്യത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ട് ശുചിത്വത്തെ കൂടാതെ വേറെ എന്തെല്ലാം ഉപായങ്ങൾ, എന്തെല്ലാം മാർഗങ്ങളുണ്ട്? നമുക്ക്
സന്തുലിത ആഹാർ അല്ലേ, നല്ല സന്തുലിതമായ നല്ല പോഷകാഹാരങ്ങളൊക്കെ കഴിക്കണം. നിയമിത് വ്യായാം, എക്സസൈസ് ചെയ്യണം. ഭർഭൂർ നീന്ത്, ഉറങ്ങണം അല്ലേ, സമയത്തിന് കറക്റ്റ് ടൈം ഉറങ്ങണം. ഖൂബ് സാര പാനി പീന, നല്ല ശുദ്ധമായ ധാരാളം വെള്ളം കുടിക്കണം. ഓക്കെ, ഇതൊക്കെ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള, ശുചിത്വത്തെ കൂടാതെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ചാപ്റ്റർ. ഓക്കെ, ബൈ.